ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എങ്ങനെ നമ്മുടെ ലിമിറ്റഡ് ക്യാപിറ്റൽ ട്രേഡിംഗ് ക്യാപിറ്റൽ വെച്ച് നമ്മുടെ പ്രോഫിറ്റ്സ് ആംപ്ലിഫൈ ചെയ്യാമെന്നാണ്. നിങ്ങൾ ഒരു സ്വിംഗ് ട്രേഡർ ആണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളൊരു എക്സ്പീരിയൻസ് ട്രേഡർ ആയാലും ഒരു ബിഗിനർ ആയാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണിത്. അതിലുപരി ഇത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ടതുമായ ഒരു കാര്യമാണ്. ആരും വലിയ ക്യാപിറ്റൽ കൊണ്ടൊന്നുമല്ല സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. എന്നാൽ നല്ല റിട്ടേൺസ് എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം മാർജിൻ ട്രേഡിംഗ് ഫണ്ട് അഥവാ MTF എന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ എന്താണ് മാർജിൻ ട്രേഡിംഗ് ഫണ്ട് എന്ന് നോക്കാം. MTF എന്നത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ കൂടാതെ കുറച്ചധികം കൂടി സ്റ്റോക്ക് വാങ്ങിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെ വാങ്ങിക്കുവാനായി നിങ്ങളുടെ കയ്യിൽ ഉള്ള പൈസയേക്കാളും കുറച്ചുകൂടി പൈസ നിങ്ങളുടെ ബ്രോക്കറിൽ നിന്ന് കടമായി ഒരു നിശ്ചിത സമയത്തേക്ക് വാങ്ങുന്നതിനാണ് മാർജിൻ ട്രേഡിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ മാർജിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഇനീഷ്യൽ ഫണ്ടാണ്. സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു ന്യൂസ് കിട്ടുന്നു, അതായത് ഒരു സ്റ്റോക്ക് അടുത്ത ഒരു 3-4 ദിവസത്തിനുള്ളിൽ നല്ല റിട്ടേൺ തരാൻ പോകുന്നുവെന്ന്. നിങ്ങളുടെ കയ്യിലുള്ള 1,00,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 100 സ്റ്റോക്കാണെന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾ കുറച്ചുകൂടി സ്റ്റോക്ക് വാങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു 300 സ്റ്റോക്ക് കൂടി. നിങ്ങളുടെ കയ്യിലുള്ള ഈ 1,00,000 കൊണ്ട് MTF ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ ഒരു 300 സ്റ്റോക്ക് കൂടി വാങ്ങിക്കാനുള്ള പൈസ തരുന്നു അഡീഷണൽ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് 400 സ്റ്റോക്കുകളാണ്. നിങ്ങൾ വിചാരിക്കുക ഒരു 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു 15% ആണെന്ന് വിചാരിക്കുക. ഈ 15% എന്ന് പറയുന്നത് നിങ്ങളുടെ ഓവറോൾ ക്യാപിറ്റലിന് കിട്ടിയ ഒരു പ്രോഫിറ്റ് ഏകദേശം ഒരു 60,000 രൂപ വരും. ഈ 60,000 രൂപ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഒറിജിനൽ ക്യാപിറ്റൽ, അതായത് 1,00,000 രൂപയുടെ വെച്ച് നോക്കിയാൽ നിങ്ങൾ ആ 1,00,000 രൂപ കൊണ്ട് ഉണ്ടാക്കിയ റിട്ടേൺസ് 60% ആണ്. അതായത് 60,000 രൂപ. ഇതിനായി നിങ്ങൾ വാങ്ങിയ കടമെടുത്ത പൈസ, അതായത് 3 ദിവസത്തേക്ക് കടമെടുത്ത പൈസ, അതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം കൊടുത്ത്, അതായത് വെറും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 0.5% ആണ് പെർ ഡേ നിങ്ങൾക്ക് വരുന്ന ഇൻട്രസ്റ്റ്. ആ 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഈ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ആകുമ്പോൾ വെറും ആ 3 ദിവസത്തെ മാത്രം ഇൻട്രസ്റ്റ് പേ ചെയ്ത് നിങ്ങൾക്ക് ഈ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എങ്ങനെ നിങ്ങൾക്ക് MTF ഉപയോഗിച്ച് അഡീഷണൽ ക്യാപിറ്റൽ വെച്ച് സ്റ്റോക്കുകൾ വാങ്ങാമെന്ന്. അടുത്ത നമുക്ക് എന്തൊക്കെയാണ് ഈ MTFന്റെ ബെനിഫിറ്റ്സ് എന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, നമുക്ക് ഒരു MTF ഫീച്ചർ ഉപയോഗിച്ച് നമ്മുടെ ക്യാപിറ്റലിനേക്കാളും കൂടുതൽ ഷെയർസ് വാങ്ങാൻ പറ്റുന്നു. അതുമൂലം പെട്ടെന്നുണ്ടാകുന്ന ഒരു മാർക്കറ്റ് മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാനും അതിൻ്റെ ഗെയിൻ നമുക്ക് മുഴുവനായി കിട്ടാനും നമുക്ക് ഈ MTF ഫീച്ചറിലൂടെ സാധിക്കുന്നു. അടുത്തതായി, കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് നമ്മുടെ പ്രോഫിറ്റ് ഗെയിനും അതുപോലെ തന്നെ കൂടുന്നു. അടുത്തൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. നമുക്ക് എപ്പോഴും കുറച്ച് ഫണ്ട് മാറ്റിവെക്കാൻ നമുക്ക് പറ്റുന്നു. മുഴുവനായി ഇൻവെസ്റ്റ് ചെയ്യാതെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഡീപ്ലോയ് ചെയ്യാൻ പറ്റിയൊരു ഫണ്ട്. അടുത്ത മറ്റൊരു കാര്യമാണ് ഒരു ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ, അതായത് 10 ലക്ഷമാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഈ 10 ലക്ഷവും കൊണ്ട് സ്റ്റോക്ക് വാങ്ങിക്കാതെ കുറച്ച് പൈസ സ്റ്റോക്കിനായും കുറച്ച് പൈസ നമുക്ക് ട്രേഡ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റു പല സെക്യൂരിറ്റികൾ വാങ്ങാനും നമുക്ക് പറ്റുന്നു. MTF ഒരു നല്ല ബെസ്റ്റ് ഫീച്ചർ തന്നെയാണ്. പക്ഷെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. MTF ഷോർട്ട് ടേം ട്രേഡുകൾക്ക് മാത്രമായി ഉപയോഗിക്കുക, ഒരിക്കലും ലോങ് ടേം ട്രേഡുകൾക്ക് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിച്ചാൽ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് കോസ്റ്റ് അധികമായിരിക്കും. അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ക്യാപിറ്റൽ ഡൈവേഴ്സിഫൈ ചെയ്ത് പലതരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് പല സെക്ടറുകളിലുള്ള പലതരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ റിസ്ക് പരമാവധി കുറയ്ക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് MTF ഉപയോഗിക്കുമ്പോൾ. ഒരു സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് നിർബന്ധമായി ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷന് അത് വലിയൊരു പ്രശ്നമായി തീരും. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എപ്പോഴും MTFൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഇല്ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച മൂവ്മെൻറ്റ് വരാതെ നമ്മുടെ പൈസ അവിടെ പെട്ടുപോകാനുള്ള ചാൻസസും കൂടുതലാണ്. നമ്മൾ MTFന്റെ നല്ല ഭാഗങ്ങൾ പറഞ്ഞു, ഇതിന് കുറച്ച് ചീത്ത ഭാഗങ്ങളുണ്ട്. ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഇതൊരു ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ട ഒരു ഫീച്ചറാണ്. അതായത് നമുക്ക് ഗെയിൻ കിട്ടുന്ന പോലെ, നമ്മളിപ്പോൾ 15% ഗെയിൻ 60% ആയതുപോലെ ഒരു ലോസ് വരികയാണെങ്കിൽ ഈ ലോസും അതുപോലെ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സ്റ്റോപ്പ് ലോസ് വളരെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണിതിൽ. നിങ്ങൾ കടം വാങ്ങിയ പൈസയാണെന്ന് ഓർക്കുക.
അപ്പോൾ ഒരിക്കലും ഒരു ലോങ് ടേമിന് ഹോൾഡ് ചെയ്യാണ്ടിരിക്കുക. പലിശ വന്നുകൂടി അതും ഒരു ബുദ്ധിമുട്ടാവും. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റിനെ കുറിച്ച് നല്ല ഒരു ഐഡിയ ഇല്ലെങ്കിൽ MTF ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. അല്ല എങ്കിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ടിൻ്റെ സഹായം തേടുക. അവർ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്സുകൾ വാങ്ങിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ MTFൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് എല്ലാം വളരെ കൃത്യതയോടെ ട്രാക്ക് ചെയ്യുക. അതുപോലെ തന്നെ പെട്ടെന്നുള്ള എൻട്രി എക്സിറ്റ് ഇതെല്ലാം തന്നെ കറക്റ്റായിട്ട് എടുക്കുക. MTF ഒരു പവർഫുൾ ടൂളാണ്, പക്ഷേ അത് വിവേകപൂർവ്വം ഉപയോഗിക്കണമെന്ന് മാത്രം. ഇവിടെ കാണുന്നത് മോത്തിലാൽ ഓസ്വാളിൻ്റെ ട്രേഡിംഗ് ആപ്പാണ്. ഇതിൽ MTF ഫീച്ചർ ഓപ്ഷൻ കാണുന്നത് Forex ലിവറേജ് ആണ്. കൂടാതെ ലിക്വിഡ് ആയിട്ടുള്ള ഹാൻഡ് പിക്ഡ് സ്റ്റോക്കുകൾ മാത്രമാണ് MTFൽ മോത്തിലാൽ ഓസ്വാൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് MTFനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിലും ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിലും നമ്മുടെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടാതെ MTFനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നോ അല്ലെങ്കിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഞങ്ങളിപ്പോൾ ഒരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഞങ്ങളുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്ക്, അതായത് കമൻറ്റിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ആ ലിങ്ക് വഴി കയറി ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാവുന്നതാണ്. സോ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.